ഒരു മാസ്കിന്റെ രൂപത്തിൽ അയച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനപ്പോൾ ഇതുപോലെ അയച്ചെടുത്തത്. നല്ല ബെസ്റ്റ്, നമുക്ക് ഹോം മെയ്ഡ് ഇട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബെസ്റ്റ് പീൽ ഓഫ് മാസ്ക് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അങ്കിത. അപ്പൊ ഞാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു പാക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ഈ പാക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് കുറെ പേർക്ക് ഈ പാക്ക് ഫെമിലിയർ ആയിട്ടുണ്ടായിരിക്കാം, കുറെ പേര് ട്രൈ ചെയ്തിട്ടുള്ളവരുണ്ടായിരിക്കാം, കുറച്ച് പേർക്ക് അറിയാമായിരിക്കും, എന്നായിരിക്കും ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ നമുക്ക് ഇന്ന് ആ പാക്ക് കൊണ്ടുള്ള ലൈവ് റിസൾട്ടുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അടിപൊളിയാണ്. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമുക്കൊരു 45+ ആയിട്ടുള്ള ആൾക്കാർ സ്കിന്ന് ഭയങ്കരമായിട്ട് തൂങ്ങിപ്പോകുന്നൊരു, നമുക്കറിയാമല്ലോ സ്കിന്ന് തൂങ്ങിപ്പോകും, നമ്മുടെ ഫേഷ്യൽ സ്കിന്ന് തൂങ്ങിപ്പോകും. അപ്പോൾ അവർ സ്കിന്നൊക്കെ ഒന്ന് ടൈറ്റൺ അപ്പ് ചെയ്യാനായിട്ടും ഒരു ഇന്നർ ഗ്ലോ കൊടുക്കാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഡേർട്സ്, നമ്മുടെ മുഖത്തുള്ള എല്ലാ ഡേർട്സ് ഒക്കെ ഒന്ന് സക്ക് ഔട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് പാക്കാണ്. ആ നമ്മൾ അടുക്കളയിലുള്ള വെറും 2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് വെച്ച് മാത്രം മതി നമുക്ക് ഈ പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. സോ എല്ലാവർക്കും അപ്രോച്ചബിളും ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു പാക്കാണ് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ കാണുക. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കുറേ പേരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പാക്ക് എന്താ നോക്കാം. അപ്പോൾ നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, കാരണം അത്രയ്ക്കും നല്ല റിസൾട്ടാണ്. ഞാൻ പറഞ്ഞു കൊടുത്തോളൊക്കെ നല്ല റിസൾട്ടാണ്. നിങ്ങൾ ഈ പാക്ക് ഫെമിലിയർ ആകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടർ ലക്ഷ്മി നായരുടെ ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ഒരിക്കലും ഈ പാക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് തന്നെ എനിക്ക് പാക്ക് അറിയാം, കാരണം എൻ്റെ ഒരു ആൻറ്റിക്ക് അവർക്കൊരു ബ്യൂട്ടീഷ്യൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ. കാരണം അവർക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല നമ്മുടെ സ്കിൻ ഒന്ന് ടൈറ്റൺ അപ്പ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. നിങ്ങൾക്ക് വീക്ക്ലി വൺസ് ഒരു 45+ ആയിട്ടുള്ള ആൾക്കാർക്ക് ട്രൈ ചെയ്യാം, അല്ലാത്തവർക്കും ട്രൈ ചെയ്യാം. നമ്മൾക്കൊരു ജസ്റ്റ് നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റൻ അപ്പ് ആയിട്ട് 1 ലെവൽ ബ്രൈറ്റൻ അപ്പ് ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ. നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ പാക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള മാജിക്കൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, മുട്ടയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മുട്ടയുടെ വെള്ള മാത്രം എടുക്കുക. ഞാൻ പണ്ട് ഈ മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടി ഒരുമിച്ച് എടുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ ഞാൻ എടുക്കാൻ നേരത്തെ എൻ്റെ മുഖത്ത് പിമ്പിൾസും ബ്രേക്ക്ഔട്ട്സും വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ മുട്ടയുടെ വെള്ളം മാത്രം എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ 2 രൂപയുടെ ഒരു സാഷേ മാത്രം എടുത്താൽ മതി. ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്കൊരു വൈറൽ രഞ്ജുമാൻ്റെ പാക്ക് ഞാൻ ഷെയർ ചെയ്തപ്പോൾ ഒരാൾ ഈ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സാഷിറ്റ് അല്ല സാഷയാണ്. അപ്പോൾ ഞാനത് സാഷിറ്റ് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം നിങ്ങളൊക്കെ കമൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ കമൻറ്റ്സും ഞാൻ കാണുന്നുണ്ട്. അപ്പം തിരുത്താൻ പറ്റുന്നതാണ് ഞാൻ തിരുത്താറുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ടിഷ്യൂ പേപ്പർ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു പീൽ ഓഫ് ഫേസ് മാസ്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ തന്നെ കുറച്ച് പേർക്കെങ്കിലും കുറച്ച് ഫെമിലിയർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പാക്ക് പ്രിപ്പയർ ചെയ്യുന്നത് കൂടെ കാണിച്ചു തരാം. ഹേ ഗായ്സ്, അപ്പം ഞാനിവിടെ മുട്ടയുടെ വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ബൗളിലേക്ക്. അതിലേക്ക് ഞാൻ 2 രൂപയുടെ ഈ ഒരു ബ്രൂവിൻ്റെ സാഷറ്റ് ഫുള്ള് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏകദേശം നിങ്ങൾ ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുക്കുകയാണെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂണാണ് നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വേണം നമ്മളിത് ഫേസിൽ ഒരു ലെയർ ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യും കേട്ടോ. ഒരു ലെയർ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ട് അടുത്ത ലെയർ കൂടെ അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ലെയർ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യും. ഞാനിപ്പോൾ ഡബിൾ ലെയർ ടിഷ്യൂ പേപ്പറാണ് കേട്ടോ ഞാൻ ഒട്ടിച്ച് കാണിക്കാൻ വേണ്ടി പോകുന്നത്. സിംഗിൾ ലെയർ ആണെങ്കിലും കുഴപ്പമില്ല. അതായത് നമ്മൾ ഈ പാക്ക് ഫേസിൽ കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്യും. എന്നിട്ട് നമ്മളൊരു ലെയർ ടിഷ്യൂ പേപ്പർ നമ്മൾ ഫോൾ ഫേസ് മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഫേസിൽ മൊത്തം ടിഷ്യൂ പേപ്പർ നമ്മൾ ഒട്ടിക്കും. എന്നിട്ട് നമുക്കത് ഡ്രൈ ആണ്, ഏകദേശം ഒരു 20-25 മിനിറ്റ്സ് എടുക്കണം കേട്ടോ നമ്മൾ ഡ്രൈ ആയിട്ട് വരാം. എന്നിട്ട് നമ്മൾ പീൽ ഓഫ് ചെയ്ത് കളയുക. ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്ന ഡബിൾ ലെയർ ആണ് കേട്ടോ. അപ്പോൾ ഈ കുറച്ചും കൂടി ഡബിൾ ലെയർ വെക്കാൻ നേരത്ത് കുറച്ചും കൂടി ഒരു ടൈറ്റൻ അപ്പ് ആവുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് ഞാനിവിടെ മിക്സ് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട് നമ്മുടെ മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് കോഫി പൗഡറും. ഇനി നമുക്ക് ടിഷ്യൂ പേപ്പറും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കത് ഫേസിലൊട്ടിക്കുന്ന കാണാവേ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ നമ്മുടെ ഫേസിനൊക്കെ അനുസരിച്ച് ഞാനൊരു ടിഷ്യൂ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 ലെയർ വെക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ 2 സെറ്റായിട്ടാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ പാക്കിൻ്റെ ഫേസ് ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്ത് എന്നിട്ട് ഞാൻ ഒട്ടിച്ചു വിടും. എന്നിട്ട് എഗെയിൻ ഞാൻ പാക്ക് അപ്ലൈ ചെയ്യും. എന്നിട്ട് എഗെയിൻ അടുത്ത ലെയർ ഒട്ടിച്ചു വിടും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കുറച്ച് പേർക്കെങ്കിലും നമ്മുടെ ഈ ഒരു റോ ആയിട്ടുള്ള മുട്ട ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വരും. നമ്മൾ കോഫി പൗഡറും കൂടെ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്രയ്ക്കും ആ ഒരു മുട്ടയുടെ സ്മെല്ലൊന്നും എടുത്തറിയത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കൈയൊക്കെ നല്ല വൃത്തിക്ക് കഴുകിയതിന് ശേഷം നമ്മൾ ഈ പാക്ക് ഒരു ഈവൻ ലെയർ ആയിട്ട് നമ്മുടെ ഫേസ് കംപ്ലീറ്റ്ലി ഇത് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ ഫേസ് കംപ്ലീറ്റ്ലി ഒന്ന് അപ്ലൈ ചെയ്യട്ടെ. ഞാൻ കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മളൊരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അപ്വേർഡ് ഡയറക്ഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ കംപ്ലീറ്റ് നമ്മുടെ ഫേസ് ഒന്ന് കവർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈവൻലി ഒരു തിക്ക് ലെയർ ആയിട്ട് ഈ പാക്ക് അപ്ലൈ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാവേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫേസിൽ ലെയർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മണ്ടിലേക്ക് ഞാൻ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിടാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കാതെ തന്നെ നിങ്ങൾക്ക് ഇതൊരു ലെയർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ. എൻ്റെ വായിലൊക്കെ പോകുന്നവർ സംസാരിക്കുന്നതുകൊണ്ട് അപ്പോൾ ഞാനിത് കണ്ടോ ഒരു ലെയർ ഞാനിങ്ങനെ ഒട്ടിച്ചിടുന്നുണ്ട്.
അപ്പോൾ മുട്ട ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു ലെയറും കൂടി അത് ഉണങ്ങുന്നതനുസരിച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ മുടിയുടെ ആ ഭാഗമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം കേട്ടോ. നമ്മൾ ഡ്രൈ ആയിട്ട് വരുമ്പോൾ നല്ല ലെവലിൽ തന്നെ ഇത് ഡ്രൈ ആയിട്ട് വരും. അപ്പം ഒട്ടി ഉണങ്ങി വരുന്ന ഭാഗത്തേക്ക് നമ്മൾ ഒന്ന് മുട്ട അപ്ലൈ ചെയ്തിട്ട് കൈ കൊണ്ട് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ലെയർ ആക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട് പെട്ടെന്ന് ഉണങ്ങി വരുന്നുണ്ട്. ഇനി ഞാൻ അടുത്ത ലെയർ എടുത്തിട്ട് എഗെയിൻ എൻ്റെ കവിളിൽ എൻ്റെ ഫേസിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്നുണ്ട്. ഓക്കെ കണ്ടോ, ഇവിടെ ചെവിയുടെ നമ്മുടെ ആ ഒരു ഹെയറിൻ്റെ ഭാഗം വരുമ്പോൾ അതും ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മളത് പറിച്ചെടുക്കുന്ന നേരത്ത് നമ്മുടെ മുടിയും കൂടി ഇങ്ങനെ പോരും. കാരണം അത്രയ്ക്ക് നല്ലൊരു എന്താ പറയുക ഒട്ടിയിരിക്കുന്ന ഒരു പാക്കാണ് കേട്ടോ. വൺ ഓഫ് ദ ബെസ്റ്റ് പീൽ ഓഫ് മാസ്ക് എന്ന് പറയാം. അപ്പോൾ അണ്ടർ ഐയുടെ അത്രയ്ക്കും കണ്ണിൻ്റെ അടിയിലോട്ട് അത്രയും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, എന്നിട്ട് നമുക്ക് നമ്മുടെ മൗത്തിൻ്റെ ഭാഗമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാവുന്നതാണ്. കണ്ടത് പെട്ടെന്ന് ഉണങ്ങി വരും കേട്ടോ. അങ്ങനെ ഉണങ്ങി വരുവാണെങ്കിൽ ഒരു ലെയറും കൂടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് എഗ് ഒന്ന് അപ്ലൈ ചെയ്താൽ ഫിറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഒരു ലെയർ അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിക്കാവേ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാൻ ഒരു ലെയർ കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ കവിളിച്ചിട്ട് പോയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഒരു ലെയറും കൂടെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് അത് കുഴപ്പമില്ല കേട്ടോ. വൺസ് ഈ പാക്ക് ഡ്രൈ ആയി വരുന്നത് നിങ്ങൾ സംസാരിക്കാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ലെയറും കൂടെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അതിനുശേഷം 50 to 20 minutes കഴിഞ്ഞിട്ട് നമുക്കത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാം. ഇനി ഞാൻ ഒരു ലെയറും കൂടെ അപ്ലൈ ചെയ്യട്ടെ. അപ്പോൾ ഗായ്സ്, ഞാനിവിടെ ഒരു ലെയറും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഞാൻ 2 ലെയറാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഫേസ് കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹെയർ ഉള്ള ഭാഗത്തൊന്നും നമ്മൾ ഇത് ഒട്ടിച്ചിടാനായിട്ട് പാടില്ല. അല്ലെങ്കിൽ വലിച്ച് വരച്ചെടുക്കാൻ നേരം നമ്മുടെ ഹെയറും കൂടെ ഇങ്ങ് കൂടെ പോരും കേട്ടോ. അപ്പോൾ നല്ല പപ്പടം ഉണങ്ങുന്ന പോലെ നന്നായിട്ട് ഇത് ഉണങ്ങി വരണം. അപ്പോൾ ഏകദേശം നമ്മളൊരു 40 to 45 minutes എടുത്തിട്ട് എൻ്റെ ഉണങ്ങാനായിട്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി ഞാൻ എൻ്റെ ഫേസ് മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ നെക്ക് ചെയ്തിട്ടില്ല. വേണ്ടവർക്ക് നമുക്ക് നെക്കും ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് വലിച്ച് കുറച്ചെടുക്കാൻ നേരത്ത് നമുക്ക് ഈസി ആയിട്ട് വരും. നല്ല ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാൻ വൺ ഓഫ് ദി ബെസ്റ്റ് പാക്കാണ് കേട്ടോ. കൊണ്ട് നല്ല പപ്പടം ഉണങ്ങുന്ന പോലെ എൻ്റെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഡ്രൈ ആവാനായിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കും കേട്ടോ ഈ ഒരു പാക്ക്. എഗ്ഗ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം നമ്മുടെ. ഞാൻ 2 ലെയറും കൂടെ അപ്ലൈ ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് നല്ല ഈസിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രഞ്ചി സൗണ്ട് കേൾക്കും കേട്ടോ നമ്മളിങ്ങനെ ഫേസിലിട്ട് ഉരയ്ക്കുന്ന സമയത്ത്. ഇപ്പോൾ ഇത്രയും ലെവലിൽ ഡ്രൈ ആവണം, എന്നാലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ വൺ സൈഡ് ഇങ്ങനെ പീൽ ഓഫ് ചെയ്തെടുക്കുവാണേ. എനിക്ക് ആദ്യം പീൽ ഓഫ് ചെയ്തപ്പോൾ വലിയ പ്രശ്നമില്ല. ഇപ്പോൾ മുടിയൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഭയങ്കര പാട്. അപ്പോൾ ഹെയർ ഉള്ള ഏരിയാസ് മാറ്റിയിട്ട് വേണം നിങ്ങളത് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ പൊളിക്കുന്നത് എനിക്കൊരു മാസ്ക് പോലെ, ഒരു ഫേസ് മാസ്ക് പോലെ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ വലിച്ച് കുറച്ച് എടുക്കാത്തത് കറക്റ്റ് ആ ഒരു രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മാസ്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് ആ മുഖത്തിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് മാസ്ക് അഴിച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അത് ചെയ്യുന്നത്. എനിക്ക് ചിന്നിൻ്റെ ഏരിയയിൽ ഇച്ചിരി പ്രഷർ ഉണ്ടായിരുന്നു, അത് വിട്ടു വരാൻ നല്ല പാടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് മൂക്കിലെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ കൊമേഴ്ഷ്യലി വാങ്ങുന്ന സ്ട്രിപ്പ് മാസ്കിനേക്കാളും അല്ലെങ്കിൽ ആ പീൽ ഓഫിനേക്കാളും വളരെ ബെസ്റ്റാണ് കേട്ടോ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നത്. വെറും 2 ഇൻഗ്രീഡിയൻസ് മതി. നമുക്ക് മുട്ടയുടെ മണം ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർക്കുക. നമുക്ക് ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നസ്സും കൂടെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി അത് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിവിടെ ബ്ലാക്ക് ഹെഡ്സിനെയും വൈറ്റ് ഹെഡ്സിനെയും കാണിക്കുന്നുണ്ട് കേട്ടോ. അത് സൂം ഔട്ട് ആയി പോയതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റാത്തത്. അപ്പോൾ ഇങ്ങനെ ഒരു മാസ്കിൻ്റെ ഫേസിൽ, അത് ഫേസിൻ്റെ കറക്റ്റ് ഷേപ്പിലുള്ള മാസ്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് റിമൂവ് ചെയ്യുന്നത്. ചിന്നേരിയയിലും നോസിലുമാണ് എനിക്ക് ചെറുതായിട്ട് ഒരു പ്രശ്നം അനുഭവപ്പെട്ടത്. ശരിക്കും നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, വൺസ് ഈ മാസ്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിക്കരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചുളിവുകൾ വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ കാറ്റടുപ്പിച്ചല്ലേ ഇത് ഉണങ്ങേണ്ട, നോർമൽ രീതിയിൽ വേണം ഇത് ഉണങ്ങി ഡ്രൈ ആയിട്ട് വരാനായിട്ടും. ഓക്കെ, അപ്പോൾ എനിക്ക് ഊരിയെടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചിരിയാണ് കേട്ടോ വരുന്നത്. കാരണം ഒരു പ്രഷർ ഇങ്ങനെ റിലീസ് ആയതുപോലെയാണ് കേട്ടോ അത് ഊരിയെടുക്കാൻ. നമുക്ക് മിണ്ടാൻ പറ്റില്ല, നമുക്ക് മുഖം അനക്കാൻ പറ്റില്ലാത്ത രീതിയിലാണ്. പക്ഷേ സംഭവം അടിപൊളി റിസൾട്ടാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. വൺ ഓഫ് ദി ബെസ്റ്റ് പാക്കാണ് ഇത്. ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുണ്ട്. കറക്റ്റ് മാസ്കിന്റെ രൂപത്തിൽ അയച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനപ്പോൾ ഇതുപോലെ അയച്ചെടുത്തത്. കറക്റ്റ് നമുക്കൊരു മാസ്ക് ആയിട്ട് നമുക്ക് തന്നെ കിട്ടും. അതായത് നമ്മുടെ ഒരു ഫേസിൽ വെക്കാൻ പറ്റുന്ന ഒരു മാസ്ക് പോലെ തന്നെ നമുക്കിത് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ അയച്ചെടുത്തത്. എനിക്ക് ചിന്നിൻ്റെ അവിടെ കഴിച്ചപ്പോൾ നല്ല ബെസ്റ്റ്, നമുക്ക് ഹോം മെയ്ഡ് ഇട്ടുണ്ടാക്കാൻ പറ്റുന്ന ബെസ്റ്റ് പീൽ ഓഫ് മാസ്ക് ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എൻ്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട്, ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യേണ്ട, ജസ്റ്റ് വാഷ് ചെയ്തിട്ട് നമുക്കൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെക്കാൻ മടിയുള്ളവർ
നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഫേസ് മാസ്ക് തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏകദേശം എനിക്കൊരു 40 to 45 മിനിറ്റ്സ് എടുത്തോളൂ ഇത്രയ്ക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ നമുക്ക് നല്ല സ്കിൻ നല്ല ടൈറ്റ് ആകുന്നത് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പറിച്ചെടുത്തത്. അപ്പോൾ ചിന്നിനൊക്കെ അവിടെ എനിക്ക് നല്ലൊരു പ്രഷർ ഫീൽ ചെയ്തായിരുന്നു, കണ്ണിനൊക്കെ വെള്ളം വരുന്നവരുണ്ടായിരുന്നു, മൂക്കിനൊക്കെ പറിച്ചെടുത്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇങ്ങനത്തെ ഒരു പീൽ ഓഫ് മാസ്ക് ആണ് കേട്ടോ. ഞാൻ ഇത് മിക്കവാറും തന്നെ വീക്കിലി വൺസ് ഞാൻ ട്രൈ ചെയ്യുന്നതാണ്. നിങ്ങളത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫേസും കൂടി ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ട് കാണിക്കാവേ. ഓക്കെ ഗൈസ്, ഇത് ബെസ്റ്റ് പീൽ ഓഫ് മാസ്ക് എന്ന് പറയാൻ വേണ്ടി കാരണം തന്നെ നമുക്ക് ആ മാസ്കിൻ്റെ എൻ്റെ മൂക്കിൻ്റെ അറ്റത്ത് എനിക്കറിയാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്, സൂം ആവുന്നതോടെ എനിക്ക് അറിയാൻ പറ്റുന്നില്ല കണ്ടോ. നമുക്ക് വൈറ്റ് ഹെഡ്സ് കാണാൻ വേണ്ടി പറയും. അത്രയ്ക്കും നന്നായിട്ട് വൈറ്റ് ഹെഡ്സിനും ബ്ലാക്ക് ഹെഡ്സിനും റിമൂവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് ഹെഡ്സ് ഈ കളറായിരുന്നു എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല, പക്ഷെ വൈറ്റ് ഹെഡ്സ് ശരിക്കും നമുക്കുണ്ട്. നമ്മൾ ആ കവിളും ഈ മൂക്കിൻ്റെ ഇവിടെ വെച്ച് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും വൈറ്റ് ഹെഡ്സ് നന്നായിട്ട് റിമൂവ് ചെയ്യുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പീൽ ഓഫ് മാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോം മെയ്ഡ് ചെയ്യാനായിട്ട് ഞാൻ ഫേസ് നന്നായിട്ട് നമുക്ക് ബ്രൈറ്റൻ അപ്പ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം നമ്മുടെ ഫേസ് ടൈറ്റ് ആവാനായിട്ടും ബ്രൈറ്റ് ആവാനായിട്ട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഹോം മെയ്ഡ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് പീൽ ഓഫ് മാസ്ക് ആണ്. എല്ലാവരും 3 ഷെയ്ഡ് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ ഫേസും കൂടെ പെട്ടെന്ന് കഴുകിയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഫേസ് വാഷ് ഇടുന്നില്ല, അത് ജസ്റ്റ് എൻ്റെ ഫേസ് ഒന്ന് നല്ലൊരു തണുത്ത വെള്ളത്തിൽ ഞാൻ കഴുകിയിട്ട് വന്നിട്ടുള്ളത് നിങ്ങളെ ഞാൻ വൈപ്പ് ചെയ്ത് കാണിക്കാം കേട്ടോ. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും എൻ്റെ ഫേസ് എത്രയും ഫ്രഷ്നപ്പ് ആയിട്ടുണ്ടെന്ന്. അത്രയ്ക്കും നല്ലൊരു റിസൾട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഞാനതാണ് എൻ്റെ ഫേസ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ പോലെ അപ്ലൈ ചെയ്ത വെള്ളത്തോടുകൂടി നിങ്ങളെ ലൈവ് റിസൾട്ട് കാണിക്കാനായിട്ടാണ്. അപ്പം നിങ്ങളാണെങ്കിൽ ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൻ വേണ്ടി മതി. അത്രയ്ക്കും നല്ല പാക്കാണ്, നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളവർക്ക് തീർച്ചയായിട്ടും പാക്ക് സിമ്പിളായിട്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. ബൈ.